ഹായ് ഹലോ, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2-3 ഓർഡറൊക്കെ ഉള്ള ദിവസത്തെ വിശേഷമായിട്ട് കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ സ്പഞ്ച് രാവിലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്പഞ്ചെല്ലാം ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ലെയറെല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാറി കിട്ടും. പിന്നെ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യണ സമയത്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ക്രീം ഓവർ ബീറ്റ് ആയി പോയിട്ടാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓവർ ബീറ്റ് ആയി പോകും. ഇപ്പോൾ ഫോണൊക്കെ എന്തിനെങ്കിലും ഒന്ന് എടുത്താൽ മതി, അപ്പോൾ തന്നെ ചിലപ്പം ശ്രദ്ധ മാറിപ്പോകും. 1 മിനിറ്റ് നമ്മൾ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പല ഇപ്പോൾ വിചാരിച്ച കാര്യമായിരിക്കില്ലല്ലോ നോക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓവർ ബീറ്റായി. ഇനി ഇതിലേക്ക് കുറച്ച് സിറപ്പോ അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാത്തതോ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസായി കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോ കേക്കുകളായിട്ട് ഐസിങ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 9 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു കേക്കിന് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത് ഈ ഒരു ഹൽക്കിൻ്റെ തീമിലാണ്. ഹൽക്കിൻ്റെ ഫോട്ടോ പ്രിൻ്റാണ് വെച്ചിട്ടുള്ളത്. എഡിബിൾ ഫോട്ടോ പ്രിൻ്റാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ, അവർക്ക് ലൈറ്റും ഗ്രീനും ഷെയ്ഡിലാണ് കേക്ക് വേണ്ടത്. അപ്പോൾ അവർ കസ്റ്റമർ മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് സൈഡിൽ ബോർഡർ കൊടുത്തിട്ടുള്ളത്. ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ന്യൂട്രൽ ജെല്ലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഗ്ലേസ് ഇല്ലേ, ആ ഒരു ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും, അതാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് ബബിൾസ് കയറാതിരിക്കാനും അതുപോലെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാട്ടോ, കംപ്ലൈൻ്റ് ഒന്നും വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ ബബിൾസ് കയറിയിട്ട് ഈർപ്പം വന്നിട്ട് ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ള കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രൽ ജെല്ല് യൂസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഐസിങ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ആ ഒരു വർക്ക് താഴോട്ടായിട്ടാണ് നിന്നിരുന്നത്. അത് ഞാൻ പതുക്കെ കറക്റ്റ് ഷേപ്പാക്കിയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴെ ഭാഗത്ത് കൂടി ഈ ഒരു നോസിൽ ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. നേരത്തെ റോസറ്റ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിലായിട്ട് സൈഡിലായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക പ്രസ് ചെയ്ത് പോണ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിമ്പിൾ ഡെക്കറേഷനാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് വന്നിട്ടുള്ള ഹൽക്കിൻ്റെ തീമിലാണ്. അപ്പോൾ ഇതിൽ ബോർഡർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആവും. സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 9 മണിക്കാണ് കസ്റ്റമർ വരാമെന്ന് പറഞ്ഞത്. പക്ഷേ വന്നപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുവരെ ഫ്രിഡ്ജിൽ തന്നെ ബോക്സിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓപ്പൺ ചെയ്ത് വെക്കരുത്. ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞിട്ടാണെന്ന് ആരും പറയരുത്. എപ്പോഴും ഫോട്ടോ പ്രിൻ്റ് വെച്ച് കഴിഞ്ഞാൽ ബോക്സിലാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ ഫ്രിഡ്ജിൽ. അങ്ങനെ ആ കേക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം 3 കേക്ക് വേറെ ചെയ്യാനുണ്ടായിരുന്നു. ആ കേക്കെല്ലാം ഫൈനൽ കോട്ടിങ് ചെയ്ത് ഡെക്കറേഷന് പകുതി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫോണ്ടൻ ഡെക്കറേഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് ഡെലിവറിൻ്റെ കുറച്ച് മുന്നായിട്ട് വെച്ച് കൊടുക്കുള്ളൂ, എന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ കേക്കിൽ മൾട്ടി കളേഴ്സിലുള്ള നോസിൽ വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്ക് 6 കപ്പ് കേക്ക് വന്നിട്ടുണ്ട്. അത് ടോൾ കേക്കിൻ്റെ കൂടെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ടൈമിനനുസരിച്ചിട്ട് ഓരോ കേക്കായിട്ട് എന്താ പറയുക ഡെക്കറേഷന് ഫോണ്ടൻ ഡെക്കറേഷൻസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു കേക്ക് കേട്ടോ. ടോൾ കേക്ക് ഫോണ്ടൻറ്റിൻ്റെ ടെഡി ബിയറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലും ഈ ഒരു ടയർ കേക്കിലും തന്നെ ടെഡി ബിയറും ഷൂവും വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോൾസും ഫോണ്ടൻ്റാണ് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ആർട്ടിഫിഷ്യൽ ബോൾസാണ് കേട്ടോ. അപ്പോൾ സ്ക്വയർ കേക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സിമ്പിൾ ഡെക്കറേഷനാണ്. അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു 4 കേക്കും 2 ഫോണ്ടൻ വർക്ക്, ബാക്കിയുള്ളത് 2 സിമ്പിൾ ഡെക്കറേഷൻസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഈ സെയിം പേരിൽ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം വന്നിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്